നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നിന്നും ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ദമ്പതിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരുന്ന് കുത്തിവെച്ചാണ് മരണമെന്നാണ് സംശയം. ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് രാമപുരം സ്വദേശിനി രശ്മി, ഇവരുടെ ഭർത്താവ്, വിവിധ സ്ഥാപനങ്ങളുടെ കരാർ എടുത്തു ചെയ്യുന്ന മേലിക്കാവ് മറ്റം സ്വദേശി വിഷ്ണു എസ് നായർ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ താമസിക്കുന്ന പനയ്ക്കപാലത്തെ വാടക വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ കെട്ടിപ്പിടിച്ച നിലയിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിൽ നിന്നും രാവിലെ രശ്മിയെ ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ ഫോൺ എടുത്തില്ല. ഇവരെ പറ്റിയുള്ള മറ്റു വിവരങ്ങളൊന്നും കിട്ടിയില്ല. ഇതേ തുടർന്ന് ആശുപത്രി അധികൃതർ ഈരാറ്റുപേട്ട പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് സംഘം വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കിടപ്പുമുറിക്കുള്ളിൽ കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് സിറിഞ്ചും കിട്ടിയിട്ടുണ്ട്. മരുന്ന് കുത്തിവെക്കാനാണ് ഈ സിറിഞ്ച് ഉപയോഗിച്ചതെന്നാണ് സംശയം. ഈരാറ്റുപേട്ട പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടങ്ങി. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചത്, എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങളിലേക്ക്. ഈ വാതിലൊന്ന് ഒരു ദ്രോഹം ഞാൻ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ അറിയാം? വാതിൽ തുറക്കാൻ പിള്ളേർക്ക് ജീവനുണ്ടെങ്കിൽ ഞങ്ങളെ ആശുപത്രി കൊണ്ടാകാൻ പറ്റും. അവരിങ്ങനെ ഞാൻ എന്റെ ചെയ്ത് എന്റെ ഭഗവാനെ എന്റെ ഈശ്വര നമ്മളിവിടെ ഉണ്ട്. അതേസമയം നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂരിലെ നവജാത ശിശുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ നോക്കാം. ഈ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ആദ്യ കുഞ്ഞു മരിച്ചു എന്ന് പറയപ്പെടുന്ന സമയം ഈ 21-കാരി അനീഷ വീട്ടുവളപ്പിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി അയൽവാസി രംഗത്ത്. കുഴിയെടുത്ത ശേഷം ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നത് കണ്ടു. ഏതാണ് എന്നൊന്നും അറിയില്ല. 2-3 കൊല്ലമായി താൻ ആ കാഴ്ച കണ്ടിട്ടെന്നും ഗിരിജ പ്രതികരിച്ചിരിക്കുകയാണ്. പോലീസിന്റെ നിഗമനം ആദ്യ കുട്ടിയെ മറവ് ചെയ്ത സംഭവമായിരിക്കാം അയൽവാസി ഗിരിജ കണ്ടത് എന്നാണ്. അനീഷ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറയപ്പെടുന്ന സമയത്തായിരുന്നു വീടിന് പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടത്. വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതും കണ്ടുവെന്നായിരുന്നു ഗിരിജയുടെ പ്രതികരണം. ഇക്കാര്യങ്ങൾ താൻ നാട്ടിൽ പറഞ്ഞു വരുത്തിയെന്നാരോപിച്ച് അനീഷയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകി. പിന്നാലെ വെള്ളിക്കുളങ്ങര പോലീസ് തന്നെ വിളിപ്പിച്ചു. താനല്ല പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വിട്ടയച്ചു. ഇനി ഇതുപോലെ ഉണ്ടായാൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് വരാനും പോലീസ് നിർദ്ദേശിച്ചുവെന്ന് ഗിരിജ വ്യക്തമാക്കി. അനീഷ ഗർഭിണിയായ വിവരം നാട്ടിൽ എല്ലാവർക്കും അറിയാം. അനീഷയുടെ അമ്മ തന്നെയാണ് ഇത് പറഞ്ഞതെന്നും ഗിരിജ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഗിരിജയുടെ സാക്ഷിമൊഴി റൂറൽ SP ബി കൃഷ്ണകുമാർ സ്ഥിരീകരിച്ചു. ഗിരിജയുടെ വീട്ടിൽ പോലീസ് എത്തി മൊഴിയെടുത്തു. അനീഷയുടെ മൊഴിയും പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗമാണ് കുഴിയെടുത്തത്. പക്ഷെ ഗിരിജ കണ്ടതോടെ ആ സ്ഥലം മാറ്റി കുഴിച്ചിട്ടു എന്നാണ് അനീഷയുടെ വെളിപ്പെടുത്തൽ. വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചൂട്ടിൽ പിന്നീട് കുഴിച്ചിടുകയായിരുന്നു. യൂട്യൂബ് നോക്കിയാണ് അനീഷ പ്രസവിച്ചത്. വയറിൽ തുണികെട്ടി ഗർഭാവസ്ഥ മറച്ചുവെച്ചു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് പ്രതിക്ക് അനുകൂലമായി. വയറിൽ തുണികെട്ടി മറയ്ക്കുകയും മാത്രമല്ല പ്രസവകാലം മറച്ചുപിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്താണ് ആദ്യം കുഴിയെടുത്തത്. എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടു. ആദ്യ കുഞ്ഞിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്നും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൊലപാതകം നടന്ന് 4 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക വലിയ വെല്ലുവിളിയാണ്. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു മൊഴി. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ അടയാളങ്ങൾ കണ്ടെത്തുകയാണ് ഇനി അടുത്ത വെല്ലുവിളി. ഇക്കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായം തേടിയിരിക്കുകയാണ് പോലീസ്. കുഞ്ഞുങ്ങളെ സംസ്കരിച്ച കുഴി തുറന്ന് പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. പ്രതികളായ അനീഷിനെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
അതേസമയം കുഞ്ഞിനെ അനീഷ കൊന്നിട്ടുണ്ടെന്ന കാര്യം അറിയില്ല എന്നാണ് അനീഷയുടെ അമ്മയുടെ പ്രതികരണം. ഭവിനും അനീഷയും തമ്മിൽ പ്രണയമാണെന്ന് അറിയാമായിരുന്നു. അനീഷ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. തനിക്ക് ഇഷ്ടമല്ലാത്തതിനാൽ അനീഷയ്ക്ക് ഭവിനുമായി ബന്ധമില്ലെന്നാണ് താൻ കരുതിയിരുന്നതെന്നും മാതാവ് വ്യക്തമാക്കുന്നു. നവജാത ശിശുക്കളുടെ മാതാപിതാക്കൾ അനീഷയും ഭവിയും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സംഭവത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് അനീഷയുടെ അമ്മ സുമതി പറയുന്നത്. ഭവിയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു. എന്നാൽ ചില തർക്കങ്ങളെ തുടർന്ന് ഈ ബന്ധം വേണ്ടെന്ന് വീട്ടുകാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 2 തവണ പ്രസവിച്ചു എന്ന് വീട്ടുകാർക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പോലീസുകാർ വീട്ടിലെത്തി അനീഷയെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ മാത്രമാണ് ഈ സംഭവങ്ങളെ കുറിച്ച് വീട്ടുകാരും അറിയുന്നത്. കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വീട്ടുകാർ പ്രതികരിച്ചത്. കാരണം വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു. ഭവിൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടുകാർ അറിയാതെയാണ് 2 പ്രസവവും നടന്നതെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. ആദ്യ കുഞ്ഞിന്റെ മൃതദേഹം അനീഷയുടെ വീട്ടിലാണ് കുഴിച്ചിട്ടത്. രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം ഭവിന്റെ വീട്ടിലാണ് അടക്കിയത്. നിമജ്ജനം ചെയ്യാനായി സൂക്ഷിച്ച അസ്ഥിയുമായാണ് പ്രതിയായ ഭവിൻ ശനിയാഴ്ച അർദ്ധരാത്രിയോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. വിവാഹേതര ബന്ധത്തിലുണ്ടായ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞായിരുന്നു പൊതിക്കെട്ടുമായി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവി എന്ന യുവാവ് എത്തിയത്. തനിക്ക് പെൺസുഹൃത്തിലുണ്ടായ കുട്ടികളുടേതാണ് അസ്ഥി എന്നായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ. യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി. തുടർന്ന് ഭവിയെയും അനീഷ എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. നവജാത ശിശുക്കളിൽ ഒരു കുട്ടിയുടേത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 2020 മുതൽ ഫേസ്ബുക്കിലൂടെയാണ് അനീഷയും ഭവിയും തമ്മിൽ പരിചയപ്പെടുന്നതും ബന്ധത്തിലാകുന്നതും. അനീഷ ലാബ് ടെക്നീഷ്യയാണ്. ട്രസ്റ്റ് വർക്ക് ജോലി ചെയ്യുന്നയാളാണ് ഭവി. വീട്ടുകാരറിയാതെയാണ് അനീഷ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നത്. ആദ്യത്തെ കുട്ടി പൊക്കിൾക്കൊടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചെന്നാണ് പെൺകുട്ടി നൽകുന്ന മൊഴി. കുഞ്ഞിനെ വീടിനടുത്ത് തന്നെ കുഴിച്ചു മൂടി. തുടർന്ന് ഇവർ 2ാമത് ഗർഭം ധരിക്കുന്നു. വീട്ടുകാരറിയാതെ പ്രസവിച്ചു. പിന്നീട് കുഞ്ഞു കരഞ്ഞപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. 2ാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം അനീഷ യുവാവിനെ ഏൽപ്പിക്കുകയും അയാൾ കുഴിച്ചിടുകയും ചെയ്തു. ഇതിനുശേഷം ഇവരുടെ അടുപ്പത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അനീഷ മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന സംശയം ഇവർക്കിടയിൽ ഉണ്ടാകുന്നു. ഇതേ തുടർന്ന് ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഭവിക്ക് ആശങ്കയുണ്ടാകുന്നു. യുവതിക്ക് മറ്റൊരു ഫോൺ ഉണ്ടെന്ന് കൂടി ഭവി കണ്ടെത്തി. തുടർന്നാണ് ഭവി അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും പോലീസിനെ കാര്യങ്ങൾ അറിയിക്കുന്നത്. കുഞ്ഞിന്റെ ശാപം ഉണ്ടാകാതിരിക്കാൻ മരണാനന്തര ക്രിയ നടത്താൻ വേണ്ടിയാണ് അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചതെന്നാണ് പ്രതികളുടെ മൊഴിയെന്നും റൂറൽ SP കൃഷ്ണകുമാർ പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.